ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ എവിടെ പോയാലും ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. ആ ഭാഗത്തുള്ള ഒരു പെറ്റ് ഷോപ്പ്. നമ്മുടെ കൂടെയുള്ള ആരും അത് നോട്ടീസ് ചെയ്തില്ലെങ്കിലും നമ്മളത് നോട്ടീസ് ചെയ്യും. നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറി അവിടുത്തെ മീനുകളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെ ഒക്കെ വിലയൊക്കെ ചോദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഷോപ്പിങ്ങിന് അലൈനിലുള്ള ലുലു മാളിൽ വരുമ്പോൾ സ്ഥിരം കയറുന്ന ഒരു പെറ്റ് ഷോപ്പാണ് കേട്ടത്. ഇവിടെ ഒരുപാട് മീനുകളും അതുപോലെ തന്നെ കുറച്ച് കിളികളും കുറച്ച് ആമക്കുട്ടന്മാരൊക്കെയാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ അവിടുത്തെ ഫിഷുകളുടെയും കിളികളുടെ ഒക്കെ ആണെങ്കിൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് കൂടുതലാണ് കേട്ടാ. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് ആഫ്രിക്കൻ ലവ് ബേർഡ്സുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും പണ്ട് ഇതിനൊക്കെ വളർത്തിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ശരിക്കുള്ള ലവ് ബേർഡ്സ് കേട്ടോ. നമ്മൾ ഈ ലവ് ബേർഡ്സ് വിളിക്കുന്ന ഇവന്മാരുടെ ശരിക്കുള്ള പേര് ബഡ്ജീസ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ റെഡ് ഐ ടർട്ടിൽ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞനാമക്കുഞ്ഞന്മാര് ഞാൻ അവിടെ കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് എന്തോ ദോഷാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനിപ്പോ എല്ലാവരും അവോയ്ഡ് ചെയ്യണത് കണ്ടുട്ടാ. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു ആമേനും ഞാൻ അവിടെ കണ്ടുട്ടാ. ഇവന്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടാ. കുറെ നേരം ഞാൻ ഇവന്മാരൊക്കെ നോക്കിയിട്ട് ആ ഒരു പെറ്റ് ഷോപ്പിന്റെ ഉള്ളിൽ എന്റെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാ. എന്റെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം കിട്ടിയ പോലെ തോന്നി. അപ്പൊ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ബാക്കി എടുക്കുന്ന കാരണം ഞാൻ ഇനി അടുത്ത വരവിൽ കയറാന്നുള്ള മനസ്സിൽ കുറിച്ച് ഞാൻ അവിടെ നിന്ന് യാത്രയായി.